ആരെങ്കിലും തല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഓപ്പണായിട്ട് ഞാൻ ഇനി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ വരെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഒന്നെങ്കിൽ അങ്ങേര് അല്ലെങ്കിൽ ഞാൻ, രണ്ടുപേരിൽ ഒരാളെ ഉള്ള ലൊക്കേഷൻ മതി. ഞാൻ ഇങ്ങനെ വെക്കുള്ളൂ. കാരണം എന്നറിയോ, ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കും. അങ്ങോട്ട് പോയി അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഞാൻ ചെയ്യില്ല. ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ സംസാരിക്കും. സീരിയസ് പ്രപ്പോസൽസ് വന്നിട്ടുണ്ട് രണ്ടുപേർക്കുംപ്പാ. എനിക്ക് ലവ് വന്ന് കുറേ വന്നിട്ടുണ്ട്. പറയാതെ പോയ ലവ് ഉണ്ടായിട്ടുണ്ട്. സമയം കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ ലവ് ചെയ്യാൻ. സമയം അവിടെ എല്ലാ ദിവസവും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെ ഓർക്കുന്ന പോലുമില്ല. അല്ലേ? ഓർക്കുന്നില്ല. ഏജ് എപ്പോഴെങ്കിലും കുറച്ച് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കൂട്ടി പറഞ്ഞിട്ടുണ്ടോ? വിക്കിപീഡിയയിൽ എന്റെ കിടക്കുന്ന ഏജ് എത്രയോ ആണ്, അത്രയൊന്നും അല്ല കേട്ടോ എന്റെ ഏജ്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നും പറഞ്ഞൊരു പടം എന്റെ ക്രെഡിറ്റിൽ കിടപ്പുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല പടം. നമുക്ക് ചോദിച്ചു പോവാം. 5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. വേറൊരു സെഗ്മെന്റ് ആണ്. ഇത് നല്ല രസം ഉണ്ടായിരുന്നല്ലേ? കൂടെ എടുത്തു. അല്ല, ഇത് അതിലും രസമുള്ളുണ്ട്. ശരി, ടൂൾസ് അടിച്ചു വെള്ളെടുക്ക. This is very entertaining session. I never have. Ready? വെരി ഈസി ആണേ. ഇപ്പോഴും ക്യാമറ ഓൺ ആക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ടെൻഷൻ ഉണ്ടെങ്കിൽ ഐ ഹാവ്. ലിറ്റിൽ ബിറ്റ്. അത് ഒരു ആദ്യം തുടങ്ങും പോതല്ലേ, எப்பவுமே ஒரு அவார்ட் ஃபங்க்ஷனோ இல்லை எந்தெങ്കിലും ஃபங்க்ஷனோ ஒரு மைக்லேயோ இங்கே பேசுமோ அதே மாதிரி ஒரு ஆദ്യം ஃபஸ்ட்டு ஷாட்டோ அப்போ ஃபர்ஸ்ட் ஷாட் நல்லபடியா பண்ணணும் அப்படின்ற ஒரு சிறிய ஒரு ടെൻഷൻ ഉണ്ട് ആസ് എ ആർട്ടിസ്റ്റ് ആയിട്ട്. ഐ ഹാവ്. അതായത് നമ്മുടെ ഇപ്പൊ ഒരു സീരിയൽ തുടങ്ങുന്നതാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഷോട്ട് ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം ഈ ക്യാരക്ടർ എങ്ങനെയാണെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അത് എങ്ങനെ ആ ക്യാരക്ടറുടെ ഡയലോഗ് ആണെങ്കിലും ഡെലിവറി ചെയ്യണം, അതിന്റെ ഡയലോഗ്സ് എങ്ങനെ ഡെലിവറി ചെയ്യണം, ഇതിനെ കുറിച്ചൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേ ആ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ സെറ്റ് ആവും, പിന്നെ സിങ്കായി. ആ ഒരു ഫസ്റ്റ് ടെൻഷൻ ഉണ്ടാവും. എനിക്കിപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇന്നിപ്പോ ആദ്യമായിട്ട് ഇവിടെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നപ്പോ ഒരു ചെറിയ തുടങ്ങി. 2 hours മുമ്പേ തുടങ്ങി. എങ്കിലില്ല வாட் எவர் क्वेश्चन டெய்லி கேமரா ஃபேஸ் பண்றோம், அதனால அந்த ஒரு ടെൻഷൻ ഇല്ല. அதனால ടെൻഷൻ ഉണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ആളുകളെ കാണുമ്പം സംസാരിക്കാനുള്ളൊരു മടി അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ മാറിപ്പോവാറുണ്ട് ഏതെങ്കിലും സിറ്റുവേഷനിലോ? ഞാൻ ഇങ്ങനെ വെക്കുള്ളൂ. കാരണം എന്നറിയോ, ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കും. അങ്ങോട്ട് പോയി അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഞാൻ ചെയ്യില്ല. ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ സംസാരിക്കും. അങ്ങനെ ഇങ്ങനെ കാണിക്കുന്നവർ എത്ര പേരെ നമ്മൾ ഇങ്ങനെ കാണിക്കേണ്ടി വരും, അതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ രണ്ടും ഉണ്ട്, ഇങ്ങനെ വെക്കേണ്ടി വരും. എനിക്ക് அப்படி இல்லை. என்கிட்ட சம்சாரிச்சா நான் நல்லபடியா பேசுவேன். ஆனா பேசவே இல்லை அப்படின்னு ஒரு கேரக்டர்னா பேசவே மாட்டேன். ஐ வாண்ட் ஸ்பீக். எதுக்கு வேண்டாம், அப்படியே தள்ளி ஒதுங்கி நிற்பேன் அந்த மாதிரி. എനിക്ക് അങ്ങോട്ട് പോയി ഹെഡ് ചെയ്ത് സംസാരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നാൽ നമ്മള് നല്ല രീതിയിൽ സംസാരിച്ച് അങ്ങനെ വിടും. അപ്പൊ തന്നെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും. அது என்ன, முன்னாடி ஒரு ஃபேஸ் பின்னாடி ஒரு ஃபேஸ்லாம் கிடையாது. எனக்கு ஒரே ஃபேஸ். எனக்கு ஆக்ட் பண்றதுக்கு மட்டும் தான் கேமரா எல்லாம் தேவை. அதுக்கு பின்னாடி நடிக்க தெரியாது. സ്ട്രെയിറ്റ് ആണ്. ചിലപ്പോ ദേഷ്യം എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താ പറ്റില്ല എന്നൊക്കെ ഒറ്റടിക്ക് ചേച്ചി നേരെ പറഞ്ഞു. ഞങ്ങൾ പറയും ചേച്ചി അങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഇമോഷൻ കൂടെ നമ്മൾ നോക്കണ്ടേ എന്ന് പറയും. ചേച്ചിക്ക് അതൊന്നും വിഷയമല്ല, നേരെ പറഞ്ഞു. ചന്ദനമഴ എപ്പിസോഡുകൾ ഫുൾ ഇരുന്ന് കാണാറുണ്ട് ഉണ്ടെങ്കിൽ ഐ ഹാവ്. കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണാറില്ല. കണ്ടിട്ടുണ്ട്, എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം എല്ലാം കണ്ടിട്ടുണ്ട്, പിന്നെ കണ്ടിട്ടില്ല. എല്ലാ എപ്പിസോഡും 1300 കിട്ട എപ്പിസോഡ്സ് എല്ലാം പാത്രം. ഞാൻ ഇല്ല. ഐ നെവർ ഹാവ്. യെസ്, ഐ നെവർ ഹാവ് ആണ്. ഐ ഹാവ്. സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് അത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഞാൻ സർപ്രൈസിന്റെ ആളല്ല. ഞാനും അല്ല. ഞാനായിരുന്നു സർപ്രൈസ്. അവളാണ് ആദ്യം.
I have. ഇവരുടെയൊക്കെ ബർത്ത്ഡേക്ക് ഞാൻ ഓർത്ത് വെച്ച് എവിടെന്നെങ്കിലും ഒക്കെ കേക്ക് കണ്ടുപിടിച്ച് പാതിരാത്രി 12 മണിയാകുമ്പോ വിളിച്ച് ഞങ്ങൾ കേക്ക് കട്ടിയാറൊക്കെ ഉണ്ടായിരുന്നു. സർപ്രൈസ് അപ്പം യെസ് ഐ ഹാവ് ഐ ഹാവ് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പൊട്ടിപ്പോയിട്ടില്ല. ഒറ്റുപോയിട്ടില്ല. ചന്ദനമഴയുടെ ടൈമിൽ സീരിയസ് പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. ഐ മീൻ ഞാൻ പറയുന്നത് ഈ ഒരു 10 years ടൈമിലാണ് ഞാൻ പറയുന്നത്. உங்களுக்கு 2 பேருக்கும் பா. எனக்கு லவ் வந்து குறைய வந்துട്ടുണ്ട്. லவ் அது ஆடியன்ஸ் சைடுல லவ் வந்து அந்த லவ் வந்துട്ടുണ്ട്. പ്രപ്പോസൽ വന്നിട്ടില്ല. இன்னும் ലവ് இருக்கு. அது வேற விஷயம். എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഇല്ല ഇല്ല. I never have. കാരണം എനിക്ക് തോന്നുന്നു ഓൾറെഡി മാരീഡ് ആണെന്ന് എന്തോ ഒരു തോന്നലുണ്ടായിരുന്നോണ്ടായിരിക്കും. സോറി. ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടായിരുന്നായിരിക്കും. വേണ്ട. നെവർ നെവർ ഹാവ്. 3 പേരും never have. നെവർ ഹാവ്. എനിക്ക് വൈഫില്ല സർ. സ്റ്റിൽ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. ഒന്നും അല്ലെങ്കിൽ പുള്ളിക്കാരി ആദ്യം കാണുമ്പോഴേ ഭയങ്കര ഒരു അഹങ്കാരി ഒരു ജാട ஆமா அப்படி பாக்கும்போது எல்லாரும் ஆமா ആറ്റിറ്റ്യൂഡ് തോന്നുന്ന என்னோட ஃபேஸ் സംസാരിക്കാൻ ഭയമാണ് എല്ലാവർക്കും. ஆனா സംസാരിച്ച് തുടങ്ങിയ സംസാരിച്ചു തുടങ്ങിയാൽ നമുക്കല്ലേ അറിയുള്ളൂ. അതാ சொல்ல അക്ക ഡൈസ് ഇപ്പോഴും പുള്ളിക്കാരിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്നുള്ളത് സ്ട്രെയിറ്റ് പറയാം. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഇമോഷനെ ഒന്നും നോക്കത്തില്ല. പുള്ളിക്കാരിക്ക് ഇഷ്ടമില്ല അത്ര തന്നെ. അതിപ്പോഴും അങ്ങനെ തന്നെ. ഇത് ചോദിച്ചോണ്ട് ഞാൻ പറയാം, പണ്ട് എപ്പോഴെങ്കിലും ഉള്ള ഒരു ഇത് പറയാതെ പോയ ലവ് ഉണ്ടായിട്ടുണ്ടോ? യു ലൈക്ക് ദ പേഴ്സൺ, യു ലവ് ദ പേഴ്സൺ, ബട്ട് പറഞ്ഞിട്ടില്ല. സമയം കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ ലവ് ചെയ്യാൻ. സമയം അവിടെ എല്ലാ ദിവസവും അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയ്ക്ക് അവിടെ രാവിലെ എഴുന്നേക്കുന്നു, ലൊക്കേഷനിൽ വരുന്നു. സ്കൂൾ ഡേയ്സ് കേട്ടോ? അങ്ങനെയോ? ആ അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ ഫണ്ണാണല്ലോ ആക്ച്വലി. അയ്യോ ആരും ഓർക്കുന്ന പോലും ഇല്ല. ഓർക്കുന്ന പോലും ഇല്ല. ആരെന്തൊക്കെയായിരുന്നു ഓർക്കുന്നില്ല. അതായത് നമ്മുടെ കുറെയൊക്കെ ഇൻസിഡൻസ് അവിടെ ഇവിടെയൊക്കെ, അതായത് ലവ് മാത്രമല്ല ഞാൻ പറയുന്നത്, സ്കൂൾ ടൈമിലുള്ള നമ്മുടെ കുറച്ച് ഇൻസിഡൻസും ഒക്കെ അങ്ങനെയൊക്കെ അവിടെ ഇവിടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആദ്യം തൊട്ട് മറന്നുപോയി. ഇപ്പൊ ചന്ദനമഴ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും കുറെയൊക്കെ ഓർമ്മകളുണ്ട് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ശേഷവും ചന്ദനമഴയ്ക്ക് പ്രൊഫഷൻ ഇതാണെങ്കിലും ചിലത് വന്നിട്ട് പറയാം ആ സീരിയലിൽ അഭിനയിച്ചിട്ടില്ലായിരുന്നു. ഞാൻ നിലവിൽ ദൈവമേ ആ സീരിയലിൽ ഞാൻ എന്തായിരുന്നു ക്യാരക്ടർ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അഹങ്കാരം കൊണ്ടല്ല, മറവിയുടെ അസുഖമുണ്ട് നന്നായിട്ട്. അതുകൊണ്ടാണ്. എന്നോട് അടുത്തത് ഇല്ല ഉറക്കമായിരുന്നാ? ഞാൻ ചിന്തിച്ചില്ല. കേക്കുമായിരുന്നു പറയുന്നത്. മറവി. മറന്നു, അറിയില്ല, മറന്നുപോയി. ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ഓർത്ത് പിന്നീട് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്യണ്ടായിരുന്നു തോന്നിയൊരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഉണ്ട്. അതെന്താണെന്ന് ഓർക്കുന്നില്ല. ഉണ്ട് അങ്ങനത്തെ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒത്തിരി ഉണ്ട്. ഇനി പെർട്ടിക്കുലർ ഈ അടുത്തെന്തെങ്കിലും இல்ல அந்த மாதிரி நிறைய விஷயங்கள் இருக்கும். ஷூட்டிங் ஸ்பாட்ல அந்த மாதிரி ஏதாவது இருக்கலாம். அந்த மாதிரி நான் போய் சொல்லணும்னு நினைப்போம். we have no time. அது இல்லாம நம்ம விட்டுருப்போம். அதான் விஷயம் ஆக்சுவலி. ഉണ്ട്. ഇത് ഒരുപാട് പലതും ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല. ജാടയാണെന്ന്, ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നേരിട്ട്? എന്നെ ഉണ്ട് ഇവലെ ഐ ഹാവ് പൊക്കിക്കോ എല്ലാവർക്കും ഉണ്ടല്ലേ ഒരു ഇൻസിഡന്റ്? അതെ, നമ്മളെ കാണുമ്പോ തന്നെ അങ്ങനെ തോന്നുക. ഈവൻ എന്റെ കോളേജിൽ പോലും ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ കോളേജിൽ ചെല്ലുമ്പോഴത്തേനും ക്ലാസ് തുടങ്ങിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ ചെല്ലുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഫ്രണ്ടിലത്തെ 2 റോ മാത്രമേ ഒഴിച്ചിട്ടിട്ടുള്ളൂ. ബാക്കി പെമ്പിള്ളേരടക്കം എല്ലാവരും പുറയിലോട്ട് പുറയിട്ടെ. കാരണം ബാക്ക് ബെഞ്ചേഴ്സിന് ഭയങ്കര പിടിയാണ് അവിടെ. ഫ്രണ്ടിലത്തേതൊക്കെ പഠിപ്പികളുടെ ആണെന്നും പറഞ്ഞുകൊണ്ട് അത് കാരണം തന്നെയല്ല ടീച്ചേഴ്സിന്റെ നോട്ടം പെട്ടെന്ന് ഫസ്റ്റ് ബെഞ്ചിലേ എത്തുള്ളൂ. ഞാൻ നോക്കിയപ്പോ ഫസ്റ്റ് ബെഞ്ച് മാത്രമേ, സെക്കൻഡ് ബെഞ്ചും ഇത് 2 ഒഴിഞ്ഞു കിടപ്പുള്ളൂ. പുറകോട്ടുള്ള സീറ്റ് എല്ലാം ഫില്ലാണ്. അവിടെ നിറച്ചിടിച്ച് ആൾക്കാരിയ്ക്കുക. ഞാൻ പോയി ഓക്കെ, ഞാൻ ഫ്രണ്ടിൽ ഇരുന്നേച്ച് 2 ദിവസം കഴിഞ്ഞു ഈ പിള്ളേർ എന്നോട് മിണ്ടാൻ. അപ്പൊ പറഞ്ഞു ഭയങ്കര ജാടയാന്നാ വിചാരിച്ച, വാ തുറന്നപ്പോഴാണ് മനസ്സിലായത് ചാളമേരിയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്ക് എന്നോട് മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം. ചന്ദനമഴ തുടങ്ങുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് അവളോട് മിണ്ടാൻ പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവളിതുപോലെ ഇങ്ങനെ നിൽക്കണമ്പം ജാടയായിരിക്കും മിണ്ടണ്ടെന്ന്. പിന്നെ ഇങ്ങോട്ട് വന്ന് എന്നെ അറിയോ, എന്നെ ഓർമ്മയുണ്ടോ, അപ്പൊ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വന്ന് വെച്ചപ്പോ അറിയാം. പിന്നെ അങ്ങനെ അങ്ങോട്ട് കമ്പനി ആയിരുന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ചന്ദ്രമഴയുടെ ആദ്യ കാലഘട്ടങ്ങളൊന്നും നിങ്ങൾ തമ്മിൽ വലിയ ഇല്ല.
ஆமா இவ அந்த மாதிரி இவளை பார்த்தா அகங்காரம்ன்றது யாருமே சொல்ல மாட்டாங்க. இவளோட கேரக்டர் லுக்கும் அவளோட பேசுகிற தன்மையும். பட் என்கிட்ட வந்து மேபி இங்கே இருக்க லாங்குவேஜ் யாருக்குமே நான் பேசாததுனால நான் சைலண்டாக இருக்கும்போது நான் கேரி பண்ணுற விதம் அந்த கேரக்டர் கேரி பண்ணும்போது தே லுக் மீ ஐயோ ஆட்டிடியூடானு. அப்போ കുറച്ച് നാൾ മുതൽ അക്ക ബെഡ് പുറത്ത് വന്ന് വായ തുറക്കണ്ട അതെന്നറിയോ ഒരു ഭയങ്കര ചന്ദനമഴയുടെ തുടക്ക സമയത്ത് ഈ ചൂടിന്റെ സമയം ഭയങ്കര സമ്മർ സീസണിൽ ഭയങ്കര ചൂട് 2 ഫാൻ ഇട്ട് ഇങ്ങനെ കൈയിട്ട് വീശിയാലും ഹാൻഡ് ഫാൻ വെച്ച് വീശിയാലും നമുക്ക് കാറ്റ് വരത്തില്ല, അത്ര ചൂട്. ഞാനാണെങ്കിൽ ഈ സൈസ് സാധനങ്ങളൊന്നും കൊണ്ടു നടക്കുന്നില്ല. വേറൊന്നുമല്ല, എന്റെ കയ്യിൽ ഭാരങ്ങൾ പറ്റില്ല, എനിക്ക് ഇതുപോലും ഭയങ്കര ഭാരമായിട്ട് തോന്നുന്നു. അപ്പൊ അന്ന് എനിക്ക് ചൂടെടുത്തിട്ട് ഇങ്ങ് ഭ്രാന്താകും. അപ്പൊ അക്കയുടെ ഇതിരിപ്പുണ്ട്. അപ്പോൾ അക്ക ഓൾറെഡി വെറ്റ് ക്ലോത്ത് വെച്ച് തുടച്ചോണ്ടിരിക്കുക. അപ്പൊ ഇത് വെറുതെ കയ്യിലിരിപ്പുണ്ട്, വെറ്റ് ക്ലോത്ത് വെച്ച് തുടച്ചോണ്ടിരിക്കുക. അസിസ്റ്റന്റ് ഉണ്ട് കൂടെ. ഞാൻ അക്കടുത്ത് ചോദിച്ചു, അക്ക ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, പോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, അക്ക എനിക്ക് ആ വിശറി ഒന്ന് തരാമോ, എനിക്ക് പറ്റത്തില്ല, ചൂടാണെന്ന്. തരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ദൈവം, ഞാനെന്നിട്ട് അടുത്തുള്ളവരൊക്കെ കേട്ടോന്നാണ് ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നത്. എന്റെ ദൈവം, ഇത് എന്ത് സാധനമാണ്, ഒന്നും ചോദിച്ചല്ലേ ഉള്ളൂ. പിന്നെ ഓർത്ത് എന്റെ ഭാഗത്തും തെറ്റുണ്ട്, എന്റെ കയ്യിലുള്ള സാധനം ബാഗിനകത്ത് വെച്ചിട്ടാ ഞാനിവിടെ വന്ന് നിൽക്കുന്നതേ. അറിഞ്ഞൂടാ, പുള്ളിക്കാര് ആ സമയത്തൊന്നും എന്റെ അടുത്ത് അത്രയ്ക്ക് അങ്ങ് ഇതൊന്നും അങ്ങനെ അങ്ങ് മിണ്ടാനോ ഒന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ എപ്പോഴാണ് നിനക്ക് എന്നാ വേണ്ട എടുത്തോണ്ട് പോ എന്നുള്ള മട്ടാണ്. ശരി ഉണ്ടോ, അതും മറന്നുപോയല്ലേ? അതൊന്നും ഓർത്തിരിക്കത്തില്ല, അത് മനസ്സിൽ വെച്ചേക്കത്തില്ല, പറഞ്ഞത് തീർക്കും, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. മറ്റുള്ളവരുടെ അഡ്വൈസ് കേട്ടിട്ട് തീരുമാനം എടുത്തതിൽ പിന്നീട് ആ അഡ്വൈസ് കേൾക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് எனக்கு அந்த மாதிரி இல்லை. நான் அப்படி அட்வைஸ் எடுக்கும் போது இது ஒரு விஷயம் சொல்லும் போது இது நல்லதுன்னா நான் எடுப்பேன். நான் இன்னைக்கு வரைக்கும் யாராவது எனக்கு அட்வைஸ் பண்ணாங்கன்னா அது நல்ல விஷயம் இருந்தால் நிச்சயமாக I'll take it forward. Okay. அந்த விஷயத்த. மற்றபடி அது நம்மளுக்கு சூட் ஆகுதா இல்லை நம்ம எடுக்கலாமான் போது அது சரியில்லைன்னா நான் அங்கேயே கட் பண்ணிடுவேன் அந்த விஷயத்த. I never have. I never have. That's perfect. എൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കേണ്ട വിഷയമാണെങ്കിൽ ഞാനത് എൻ്റെ വീട്ടുകാരോട്, ഇപ്പം എൻ്റെ ഹസ്ബൻഡിനോട്, നേരത്തെ എൻ്റെ വീട്ടുകാരോട്, ഇപ്പം എൻ്റെ ഹസ്ബൻഡിനോട് എല്ലാവരോടും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് എല്ലാവരുടെ അഭിപ്രായം എടുക്കും. എന്നിട്ട് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഒരു കൺക്ലൂഷനിലെത്തും. എന്നിട്ട് അത് പ്രാവർത്തികമാക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കും. അത്രയും ടാസ്ക് ഉണ്ട് എൻ്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കണമെങ്കിൽ. അതെ അതെ, ഐ ഹാവ്. കാരണം എന്നെ പേഴ്സീവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ അവർ പറയണ ഇത് മെറ്റീരിയൽ നല്ലതായിരിക്കും, അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ആണല്ലേ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പക്ഷെ ഇത് വാങ്ങി വീട്ടിൽ ചെന്ന് നിമിഷം ഇത് വേണ്ടായിരുന്നു, ഇനി മാറാനും പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അല്ലാണ്ട് വലിയ അങ്ങനെ തോന്നുന്നു. ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏജ് എപ്പോഴെങ്കിലും കുറച്ച് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കൂട്ടി പറഞ്ഞിട്ടുണ്ടോ? ഏത് സിറ്റുവേഷനിലും ആവാം, മേ ബി എനി റാൻഡം പേഴ്സൺ കോൺവെർസേഷനിലാവാം, ലൈക്ക് നമ്മളെ വന്ന് എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലാവാം. ഇല്ല, കൂട്ടിയും കുറച്ചും പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റേ ഇതിനകത്ത് എന്തുവാ വിക്കിപീഡിയയിൽ എൻ്റെ കിടക്കുന്ന ഏജ് എത്രയോ ആണ്, അത്രയൊന്നും അല്ല കേട്ടോ എൻ്റെ ഏജ്. അതിനകത്ത് ഇപ്പോഴത്തെ കണക്ക് വെച്ചാൽ എനിക്ക് 40 അങ്ങനെ അങ്ങോട്ട് പ്രായമുണ്ട്. അത്രയൊന്നും ഇല്ല എനിക്ക്. നെവർ ഹാവ്. ഉള്ള ഏജ് ചോദിച്ചാൽ പറയും, അത്രേ ഉള്ളൂ. ചോദിച്ചിട്ടുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. அப்படி இல்லை, என் வயசை மறைக்கிறதுக்கு ஒன்றும் இல்லை. இப்பவும் சரி, இப்போ எல்லாருக்குமே. பட் நீ சொன்ன மாதிரி கூகுள் எல்லாமே அது எல்லாம் തെറ്റാണ്. ഞാൻ ചെയ്യാത്തൊരു പടം വരെ ഇവിടെ ക്രെഡിറ്റില് എന്താ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നും പറഞ്ഞൊരു പടം എന്റെ ക്രെഡിറ്റിൽ കിടപ്പുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല പടം. அதனால என் வயசை சொல்றதுல எனக்கு எந்த ஒரு இதுவே இல்லை. ഐ നെവർ ഹാവ്. അങ്ങനെ ചോദിക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടില്ല, അങ്ങനെ പറയണ്ടേ ആവശ്യമില്ല. ഓക്കെ. ആരെങ്കിലും തല്ലേണ്ടി വന്നിട്ടുണ്ടോ? അടിക്കരുത്. ഇല്ല, ചീത്ത വിളിച്ചിട്ടുണ്ട്. ചീത്ത വിളിച്ചെന്ന് വെച്ചാൽ ഓപ്പൺ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ചില റാൻഡം സിറ്റുവേഷൻ സിറ്റുവേഷൻ അനുസരിച്ച് ഓപ്പൺ ആയിട്ട് ഞാൻ ഇനി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ വരെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഒന്നെങ്കിൽ അങ്ങേര് അല്ലെങ്കിൽ ഞാൻ, രണ്ടുപേരിൽ ഒരാളെ ഉള്ളൂ, ലൊക്കേഷനിൽ മതി എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ വഴക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് സോൾവ് ചെയ്തു പോയി. അങ്ങനെ ഓപ്പൺ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്.
ഓക്കെ, അത് ആരായിട്ടൊന്നും പറയണ്ട. அடிதடி இல்லாம சும்மா சண்டை இல்லாம சண்டை வார்த்தைகள் எல்லாருமே பேசுறோம். பிடிக்கலன்னா അടിയല്ല, ഓപ്പൺ ഫൈറ്റ് ഉണ്ട്, വാക്കുകൊണ്ട് വാക്കുവാദം Fight with words. അതുണ്ട്, ആർഗ്യുമെന്റ്സ് ഉണ്ട്. അതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അതേ ഉള്ളൂ. ഓക്കെ, ഫോർ യു ഓൾസോ യെസ്, തല്ലേണ്ട ഇതുവരെ വന്നിട്ടില്ല. തല്ല അടിച്ചത് കിടയാതെ ആരും അടിക്കൂല, അടിക്കത്തില്ലെന്നൊക്കെ. ഷൂട്ടിങ്ങിൽ വേണം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അയ്യ, നമ്മൾ അത് വർത്താനം പറഞ്ഞ കഷ്ടമാണ്. അടി കിട്ടണതിന്റെ എഫക്റ്റിലായിരിക്കും നമ്മൾ വർത്താനം പറയണേ. അത് ആ എഫക്റ്റില് വഴക്കുണ്ടാക്കും. അതുപോലെ കൊടുക്കും. സോ ഐ നെവർ ഹാവ്. അങ്ങനെ അടിച്ചിട്ടില്ല. ഇല്ല, never have. ചാരു ഓൾസോ ഫോണില് വിളിക്കുന്ന ലോൺ വേണോ എന്ന് ചോദിക്കുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും അല്ലാതെ വേറെ ആരോടും ഞാൻ ഉടക്കി അയ്യോ, അതെനിക്ക് ഭയങ്കര ഫണ്ണാടി. ലോൺ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എനിക്കൊരു ലോൺ വേണമായിരുന്നു, പക്ഷെ എന്റെ പ്രീമിയം നിങ്ങൾ അടച്ചോണം, പൈസ അടച്ചോണം. ഞാൻ പൈസ ഒന്നും അടക്കൂല, നിങ്ങൾ എനിക്ക് ലോൺ മേടിച്ചു തരണം, പക്ഷെ ഞാൻ പൈസ അടക്കില്ല, ഇൻട്രസ്റ്റ് അടക്കില്ല. നിങ്ങൾ ഏറ്റെങ്കിൽ ഓക്കെ, നിങ്ങൾ എനിക്ക് പൈസ തന്നു എന്ന് പറയും. അവര് കട്ട് ചെയ്തിട്ട് പോകും, അവര് കട്ട് ചെയ്തിട്ട് പോകും. അതുപോലെ മറ്റേ ഈ ഹിന്ദിക്കാരന്മാരിങ്ങനെ തെറ്റി ഫോൺ വരുമല്ലോ, വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വേറെ ആരാണാണോ ചോദിച്ചിട്ട് ഞാൻ അവരോട് മലയാളത്തിൽ സംസാരിക്കും. ആ ചേട്ടാ നിങ്ങൾ എങ്ങോട്ടാ വിളിച്ചത്, അപ്പൊ അവർക്ക് ഭ്രാന്താവും. കുറെ കഴിയുമ്പോ അവർ എന്തൊക്കെയോ ചീത്ത വിളിച്ചിട്ടാട്ടോ വെക്കണേ. രസാ, പക്ഷെ നല്ല രസാ നമുക്ക്. ഓർമ്മയുണ്ടോ ആ ചീത്ത വിളിച്ചില്ല? വേണ്ട, നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കടന്നു. അങ്ങനത്തെ ചില കുസൃതികൾ ഒക്കെ കാണിക്കാറുണ്ട് ഇങ്ങനെ തെറ്റിക്കോളൊക്കെ വരുമ്പോ. ഓക്കെ, ഡൺ. എനിക്ക് സമയം ഉണ്ടെങ്കിൽ കേട്ടോ, എനിക്ക് തീരെ സമയമില്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് പോകും. സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും മലയാളത്തിൽ. അവർ ഹിന്ദി പറയും, എനിക്കൊരു രസം മലയാളത്തിൽ വർത്താനം പറയും. ഞാൻ ഇവിടെ ജോലി രസവും. ഓക്കെ, எனக்கு அவ்வளோலாம் பொறுமை கிடையாது. இந்த மாதிரி time இருக்கு. எனக்கு முன்னா நான் ஃபோன் അപ്പൊ തന്നെ കട്ട് ചെയ്തു. റിപ്ലൈ பண்ண மாட்டேன். எனக்கு ஷார்ட் ரெடி டைம் வேஸ்ட் பேசிட்டு നമ്മുടെ എനർജി എന്തിനാ വെറുതെ? இதுக்கு கரெக்ட். കുറേ വർക്ക് இருக்கு, എനർജി நம்ம ஸ்பெண்ட் பண்றதுக்கு. அது എன்னால முடியாது. അതാ പറഞ്ഞ, ഞാൻ ടെൻഷൻ അല്ലാതിരിക്കണം, എനിക്ക് ടൈം വേണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ആ കോള് വരുന്നത്. പിന്നെ ഷോർട്ട് വിളിക്കും, റെഡി. ഇഷ്ടപ്പെടാത്ത മൂവീസ്, നല്ല മൂവിയാണത് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടോ? ലൈക്ക് ഇൻ റിയൽ ഇഷ്ടപ്പെട്ടില്ല മൂവി, റിയൽ ലൈക്ക് ദ മൂവി, ബട്ട് അത് നല്ലതാണ്, ഗുഡ് ആണെന്ന് പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അഭിപ്രായം പറയുന്ന സ്വാഭാവികമായിട്ട് നമ്മുടെ വീടുകളിലായിരിക്കും. വീട്ടില് ജെന്യൂൻ ആയിട്ട് അതല്ലാതെ ഇപ്പം പബ്ലിക്കിൽ പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. പബ്ലിക് റിവ്യൂ റിവ്യൂ ഓർ എൽസ് ടോക്ക് വിത്ത് എ പർട്ടിക്കുലർ ഡയറക്ടർ, അങ്ങനൊന്നും ஏன்னா நான் நிறைய ஃபிலிம்ஸ் பார்க்க டைம் இல்லை, அதனால எனக்கு அந்த பாயிண்டே வந்ததில்லை. ഓക്കെ. ചില പടമൊക്കെ കണ്ട് ദേഷ്യം വന്നിട്ട് മറ്റേ ബൈബോസിനകത്തൊക്കെ കാണിക്കുന്ന ബാത്റൂമിൽ നിന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള പടങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടേ ആ 2.5 മണിക്കൂർ നമ്മുടെ വേസ്റ്റ് ആക്കിയിട്ട് അവിടെ വന്നിട്ടിരുന്ന ബാത്റൂമിൽ ഇരുന്ന് നമ്മൾ ചീത്ത വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്പേസിൽ ഇരുന്നിട്ട്, അല്ലാതെ പബ്ലിക്കിൽ നമ്മൾ റിവ്യൂ കൊടുക്കലോ ഒരു പടത്തിനെ മോശം പറയലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അത് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു പടമാണ്, കാര്യമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പേഴ്സണൽ സ്പേസിൽ ഇരുന്ന് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, നമ്മുടെ പേഴ്സണൽ സ്പേസിലാണ്. ശരി, അങ്ങനെ പറഞ്ഞിട്ടില്ല. പടം പറ്റില്ലെങ്കിൽ കിടന്നുറങ്ങാറുണ്ട്. കഴിയുമ്പോ വിളിച്ചാ മതി, പോവാം എന്നുള്ള രീതിയില്. അല്ലാതെ അങ്ങനെ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല. പടത്തിന്റെ ആൾക്കാർ വല്ലതും ചോദിക്കുക, ആ ഷാരു കണ്ടിരുന്നു, എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല, ന്യൂട്രൽ. അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുവരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാലും അങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുള്ളൂ. കാരണം ചോദിക്കുന്നത് അവരുടെ ഒരു എഫേർട്ടാണ്. അപ്പൊ അവര് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയണ പോലെ പക്ഷെ നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുള്ളൂ. അങ്ങനെ ചിലര് ഇപ്പം ആ ഡയറക്ടർ വന്ന് ചോദിക്കുവാണെങ്കിലും പറയും, ഓ എനിക്കത് വർക്കായില്ല കേട്ടോ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ചിലർ ഓപ്പൺ ആയിട്ട് പറയും. ചിലര് ഈ പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക് വേയില്, അതായത് നമുക്ക് ആ ഒരു ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ ചോദിക്കുന്ന വ്യക്തിയായിട്ടുള്ള ബന്ധം അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ പറയുന്നത് കറക്റ്റ് സെൻസിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും, ആ സീൻ കൊള്ളൂല്ലായിരുന്നു, നിങ്ങൾ എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്, ഇങ്ങനെയാണോ പടം എടുക്കുന്നത്, അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയാം. അതല്ലാതെ ഒരു വെറുതെ ഒരാളാണ് ജസ്റ്റ് നമ്മളെ പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമുക്ക് സത്യം പറയാനും പറ്റൂല, പറയാതിരിക്കാനും പറ്റൂലാത്തൊരവസ്ഥയുണ്ട്. കുഴപ്പമില്ല, ഓക്കെ ഫൈൻ. അത് നമ്മുടെ ഓപ്പോസിറ്റ് ആളുമായിട്ടുള്ള ബന്ധം അനുസരിച്ചിരിക്കും. യുവർ ഓൺ ഇന്റർവ്യൂസ്, സ്വന്തം ഇന്റർവ്യൂ ഇരുന്ന് കാണാറുണ്ട്? എന്തൊക്കെ മണ്ടത്തരം വിളിച്ചു പറഞ്ഞെന്ന് അറിയണ്ടേ? യെസ്. കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് സംസാരിച്ചതെന്നുള്ളതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവില്ല. എന്തൊക്കെയോ പറഞ്ഞു. ഇത് വീണ്ടും യൂട്യൂബിൽ വരുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു വ്യൂവർ ആയിട്ടിരുന്ന് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അറിയാം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. എനിക്കില്ല, ഞാൻ நிறைய இன்ட்ரெஸ்ட் കൊടുത്തതില്ല, അതുകൊണ്ട് അറിയില്ല.
பிகாஸ் 2 ஷூட் போகிறதுனால ஹாவ் நோ டைம். பட் ஷூட்டிங் ஸ்பாட்டில் சில டைமில் எடுப்பாங்க. அது சில டைமில் ஃபுல்லாக கூட பார்த்துட்டு போகணும். ஏதாவது முக்கியமான அப்படி பாஸ் பண்ணி பார்த்துப்பேன். தட்ஸ் ஆல். ഐ നെവർ ഹാവ് ഇപ്പം അങ്ങനെ ഇൻട്രൊഡ്യൂസ് കൊടുത്തിട്ടില്ല. ഇതാണ് ആദ്യമായിട്ട് കുറേ നാളുകൾക്ക് ഇതെന്തായാലും ഇതിന് കാണും. അപ്പം എന്തായാലും നിങ്ങൾക്കും വെരി ഹാപ്പി ഓണം. ഈ ഓണത്തെ അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ. ആൻഡ് ഈ പറയുന്ന പോലെ നെക്സ്റ്റ് ഓണത്തിന്റെ ടൈമിൽ നമുക്ക് ചന്ദനമഴ 2 ഇന്റർവ്യൂവിന് വരാം. വിശേഷങ്ങളുമായിട്ട് ഇവിടെ ഇരിക്കാൻ നടക്കട്ടെ. ഷോ. സോ താങ്ക് യു. Thanks so much.